പശ്ചിമബംഗാളിൽ തൃണമൂൽ നേതാവിന്റെ വീട്ടിൽ ഇഡിയുടെ പരിശോധന. മമതാ പക്ഷ എംഎൽഎയും മുൻ മന്ത്രിയുമായ മദൻ മിത്രയുടെ വീട്ടിലും ബന്ധുവീടുകളിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. ആകെ 12 കേന്ദ്രങ്ങളിലാണ് പരിശോധന. മുനിസിപ്പൽ റിക്രൂട്ട്മെന്റ് അഴിമതി കേസിലാണ് ഇഡിയുടെ നടപടി. വിവരങ്ങളുമായി ആദർശ് TS ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശ്, മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് പരിശോധന. ഇപ്പോഴും നിർണായകമായ നടപടികൾ തുടരുകയാണല്ലേ? KP, അങ്ങനെ തന്നെയാണ്. മണിക്കൂറുകൾ നീണ്ട ഒരു പരിശോധനയിലേക്കാണ് ഈ മുനിസിപ്പൽ റിക്രൂട്ട് കേസിൽ ഇഡി കടന്നിരിക്കുന്നത്. അതും മദൻ മിത്രയെ പോലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാൾ, മമതാ ബാനർജിയുടെ വിശ്വസ്തനായ നേതാവ്, അങ്ങനെയുള്ള മദൻ മിത്രയുടെ വീട്ടിലും ബന്ധുവീടുകളിലുമടക്കം 12 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന നടക്കുന്നത്. ഈ പരിശോധന തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം നേരത്തെ തന്നെ ഈ മുനിസിപ്പൽ റിക്രൂട്ട് കേസിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും അടക്കമുള്ള നേതാക്കൾ സംശയ നിഴലിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇഡി പരിശോധന അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകുന്നത്. കാരണം ഈ അന്വേഷണം ഇഡി തുടരുകയാണെങ്കിൽ അതൊരു പക്ഷേ അഭിഷേക് ബാനർജിയിലേക്കും മമതാ ബാനർജിയിലേക്കുമൊക്കെ എത്തുന്നതിനുള്ള സാധ്യതകളുണ്ട്. മുനിസിപ്പൽ റിക്രൂട്ട് കേസുകളിൽ കൂടുതൽ കോഴപ്പണം പോയത് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിലേക്കും അഭിഷേക് ബാനർജിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും മറ്റും പങ്കാളിയായത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഇഡി അന്വേഷണത്തെ തൃണമൂൽ കോൺഗ്രസ് ഏറെ ഭയക്കുന്നത്. മാത്രമല്ല, ഈ പശ്ചിമബംഗാൾ പോലീസ് അഭിഷേക് ബാനർജിയുടെ വസതിയിലടക്കം മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. മേദിനിപൂരിൽ നിന്ന് പോലീസ് സംഘം എത്തിയാണ് അഭിഷേക് ബാനർജിയുടെ കൊൽക്കത്തയിലെ വസതിയിൽ റെയ്ഡ് നടത്തിയത്. ഇതിനെയും രൂക്ഷമായ ഭാഷയിൽ തൃണമൂൽ കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൊണ്ട് പാർട്ടിയെ തുടച്ചു നീക്കാമെന്നാണ് BJP കരുതുന്നതെങ്കിൽ BJPക്ക് തെറ്റി എന്നതടക്കമുള്ള വിമർശനം ചില തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്നാൽ BJP ആകട്ടെ അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. പശ്ചിമബംഗാളിലെ ജനങ്ങളെ കൊള്ളയടിച്ചവർ, അവർ ആരായാലും ഏത് ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുമെന്നാണ് BJP നേതാവ് ലോക്കറ്റ് ചാറ്റാർജി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇഡി റെയ്ഡും പോലീസ് അന്വേഷണവും ഒക്കെ നടക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഒരറ്റത്ത് പാർട്ടിയുടെ MLA-മാരും MP-മാരും അടക്കമുള്ളവർ വിമത നീക്കവുമായി മുന്നോട്ട് പോകുന്നു. മറുവശത്ത് ഇഡി മുതൽ പശ്ചിമബംഗാൾ പോലീസ് വരെയുള്ള അന്വേഷണ സംഘങ്ങൾ നേതാക്കളുടെ വസതികളിൽ റെയ്ഡ് നടത്തുന്നു, നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതും തൃണമൂൽ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. KP സുരേഷ്. ഇഡിയുടെ പരിശോധന തുടരുകയാണ്. വല്ലാതെ പരിഭ്രാന്തിയിലായിക്കഴിഞ്ഞു തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവും. ആദർശ് TS ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.